ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശപ്രകാരം ഇന്ന് സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടങ്ങും. ശ്രീകോവിലിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്വർണം വിശദമായി പരിശോധിച്ച ശേഷം സാമ്പിൾ ശേഖരിക്കും. 3 ദിവസം നീളുന്ന പരിശോധനയിൽ SITക്കൊപ്പം ലീഗൽ മെട്രോളജി ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും ഉണ്ടാവും. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, സന്നിധാനത്ത് ഇന്നു മുതൽ 3 ദിവസം അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയാണ്. എപ്പോഴാണ് പരിശോധന ആരംഭിക്കുക? നാളെ കുംഭമാസം 1-ാം തീയതിയാണ്. ഇന്ന് വൈകിട്ട് നട തുറക്കുക കൂടിയാണ്. ഭക്തജന തിരക്ക് കൂടി ഉണ്ടാവും. എങ്ങനെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സന്നിധാനത്ത്? അതേമായ ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കുന്ന ദിവസമാണ്. മാത്രമല്ല നാളെ കുംഭം 1 അതിൻ്റെ തിരക്കുണ്ട്. ഇതിനിടയിലാണ് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അനുമതിയോടെ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ പരിശോധന നടത്തുന്നത്. ശബരിമലയിലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള എല്ലാ സ്വർണ്ണപ്പാളികളിലും വിശദമായ പരിശോധന നടത്താനാണ് ഈ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഈ ദ്വാരപാലക ശില്പത്തിലെയും അതുപോലെ വശത്തെ ചില സ്വർണ്ണപ്പാളികളിലെയും സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഈ സ്വർണത്തിലെ അളവ് സംബന്ധിച്ചും ഇതിലെ കാലപ്പഴക്കം സംബന്ധിച്ചും മാത്രമല്ല ഇതിലെ സ്വർണം ഈ പാളികൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടോ അറിയാവുന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയാണ് നടക്കുക. ഈ SIT സംഘത്തോടൊപ്പം ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ഈ എടുക്കുന്ന സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുക ആണ് ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല ഇതിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. ഈ സാമ്പിളുകൾ പിന്നീട് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കുന്നുണ്ട്. ഇവിടെ നിന്നും ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ വാങ്ങി കോടതിയിൽ നൽകാനാണ് SITയുടെ തീരുമാനം. ഇതിൽ ഈ മൊഴികൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം മൊഴികൾ എടുത്തിട്ടുണ്ടെങ്കിലും വിശദമായ കേസ് കൂടുതൽ വ്യക്തതയോടെ നിലനിൽക്കണമെങ്കിൽ ഇതിൽ ശാസ്ത്രീയമായ തെളിവുകളടക്കം ആവശ്യമാണ്. ഈ സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് പൂർണ്ണമായി മാറ്റിയിട്ടില്ല എന്നൊരു അനുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. മാത്രമല്ല ഇവരുടെ മൊഴികളിലൊന്നും ഇത്തരത്തിൽ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് എന്നില്ല. ഇതിലെ സ്വർണം വേർതിരിച്ചെടുത്ത് പിന്നീട് പൂശി എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതിലൊക്കെ കൃത്യമായ ഒരു വിവരം ശേഖരിക്കുകയാണ് SITയുടെ ലക്ഷ്യം. എന്തായാലും ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തുന്ന സംഘം ഇന്നും നാളെയും മറ്റന്നാളിലുമായി 3 ദിവസത്തോളം ഈ സന്നിധാനത്ത് തങ്ങി ഇവിടെ വിശദമായ പരിശോധന നടത്താനാണ് ആലോചിക്കുന്നത്. ഈ കുംഭമാസ പൂജകൾക്കായി നട തുറക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തിരക്കും ഈ സന്നിധാനത്തുണ്ടാകും.